ഹേ ഓൾ, നല്ല ആവി കയറ്റിയ ബ്രെഡിന്റെ കൂടെ പൊറോട്ടന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മലായി ചിക്കന്റെ റെസിപ്പി നോക്കിയാലോ. പേര് പോലെ അത്ര ഭീകരനൊന്നും അല്ലടോ ഉണ്ടാക്കാൻ. എന്നാ ഭയം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 3 സവാളയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വഴറ്റുമ്പോൾ ഉപ്പിടാൻ മറന്നു വരുതേ. ഉപ്പൂടിയിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല വൈറ്റ് കളറിലാവണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി ബദാം കുതിർത്തതും കൂടെ ആഡ് ചെയ്യാം. എന്റെ കയ്യിൽ ബദാം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്തത്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ ആണെങ്കിൽ അതിട്ടാലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, സവാള ഈ വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി അതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോളേ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാ അപ്പൊ ചെയ്യൂലേ? ഇനി നമ്മൾ ആ ഉള്ളി വഴറ്റിയ സെയിം പാനിലേക്ക് കുറച്ചുകൂടി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു 10 ഗ്രാമോളം ബട്ടറും കൂടി ഇട്ട് ബട്ടർ നല്ല പോലെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ കറുവപ്പട്ടയും ഒരു പീസ് വയനയിലയും 2 ഏലക്കായും 2 ഗ്രാമ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്ന സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിന്റെ ഒരു മെയിൻ പാർട്ടാണ്. കാരണം ഈ ബട്ടറിനകത്ത് കിടന്നിട്ട് ഈ ചിക്കൻ നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഊറി വരും. കണ്ടില്ലേ, ഇപ്പൊ അത്യാവശ്യം വെള്ളം ഇതിനകത്ത് ഉണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള സവാളന്റെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാതെ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ സെയിം മിക്സിന്റെ ജാറൊന്ന് കഴുകിയിട്ടാണ് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് തൈര്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ സെറ്റ് കേർഡ് ആണ് എടുത്തിട്ടുള്ളത്. അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഗരം മസാല ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വേണേ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഇതിൽ ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ കുരുമുളക് ഇട്ടിട്ടില്ല. ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. ഇപ്പൊ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാവേ. ഇനി വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഫ്രഷ് ക്രീം. ഞാനിവിടെ അമൂലിന്റെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 1/2 ക്യാനോളം ഫ്രഷ് ക്രീം ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ച് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവേ. അപ്പൊ എങ്ങനെ എല്ലാവരും ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂലേ? നല്ല ടേസ്റ്റ് ആയിട്ടോ. അപ്പൊ പിന്നെ കാണാവേ. ബൈ.